GNMസിന് കാനഡയിൽ ബെറ്റർ കരിയർ ഓപ്ഷനും സാലറിയും ഒക്കെ ലഭിക്കുന്നതാണ്. പക്ഷേ കാനഡയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യണമെങ്കിൽ കാനഡയിലെ നഴ്സിംഗ് ലൈസൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാനഡയിൽ പല പ്രൊവിൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോവ സ്കോഷ്യ, ആൽബർട്ട, ഒണ്ടാരിയോ, BC അങ്ങനെ പല പ്രൊവിൻസസ് ഉണ്ട്. ഓരോ പ്രൊവിൻസിന്റെയും നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ലൈസൻഷ്യർ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. ഈ വെരിഫിക്കേഷന്റെ അണ്ടറിൽ പല സ്റ്റെപ്സ് വരുന്നുണ്ട്. എംപ്ലോയറുടെ വെരിഫിക്കേഷൻ, കോളേജ്, കൗൺസിൽ, ഗുഡ് സ്റ്റാൻഡിംഗ് അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 3 to 6 months ആണ് ടൈം എടുക്കുന്നത്. കാനഡയിൽ ഏത് പ്രൊവിൻസസ് ചെയ്യുവാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം IELTS ആൻഡ് OET ഈ 2 സ്കോഴ്സ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. PTE കാനഡയിൽ അക്സെപ്റ്റഡ് അല്ല. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GNMന് പറ്റിയ ഏറ്റവും ബെറ്റർ ഓപ്ഷനെ കുറിച്ചാണ്. ഡെസ്മ ഇന്റർനാഷണൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസി ആണല്ലോ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാനഡ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ ഒട്ടുമിക്ക നഴ്സസും GNM ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്. എന്നാൽ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പോലുള്ള കൺട്രീസിലേക്ക് GNMs എലിജിബിൾ അല്ലാത്തത് കൊണ്ട് അവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കാനഡ പോലുള്ള കൺട്രി. GNMസിന് കാനഡയിൽ ബെറ്റർ കരിയർ ഓപ്ഷനും സാലറിയും ഒക്കെ ലഭിക്കുന്നതാണ്. പക്ഷേ കാനഡയിൽ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യണമെങ്കിൽ കാനഡയിലെ നഴ്സിംഗ് ലൈസൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓൾറെഡി കാനഡയെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കാം, എങ്ങനെയാണ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ്, എന്താണ് അതിൻ്റെ ഫോർമാലിറ്റി എന്നൊക്കെ. എന്നാൽ ഡീറ്റെയിൽസ് അധികം അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് GNMs കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കാണ് കാനഡ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള ഒട്ടുമിക്ക കൺട്രീസിലും BSc നഴ്സസിനെ മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് കാനഡ തന്നെ വെക്കാവുന്നതാണ്. കാനഡയിൽ പല പ്രൊവിൻസസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നോവ സ്കോഷ്യ, ആൽബർട്ട, ഒണ്ടാരിയോ, BC അങ്ങനെ പല പ്രൊവിൻസസ് ഉണ്ട്. ഓരോ പ്രൊവിൻസിന്റെയും നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ലൈസൻഷ്യർ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. ഡെസ്മ ഇന്റർനാഷണൽ കാനഡയിലെ ലൈസൻസിന്റെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ജനറൽ ആയിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ GNMs എലിജിബിൾ ആണ്. സോ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ GNM ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്കും കാനഡയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആവാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. നമ്മുടെ നഴ്സസ്, അതായത് ഇന്ത്യയിൽ പഠിച്ച് വർക്ക് ചെയ്യുന്ന നഴ്സസ്, ഇന്ത്യക്ക് പുറത്തോ അകത്തോ വർക്ക് ചെയ്യുന്ന നഴ്സസിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഇന്ത്യയിൽ നിന്നാണല്ലോ. സോ കാനഡയിൽ ഒരു നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഈ 2 ക്വാളിഫിക്കേഷനും ഇക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോസസ് പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ കൺഫർമേഷൻ കിട്ടുകയുള്ളൂ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആണ്. ഈ വെരിഫിക്കേഷൻ്റെ അണ്ടറിൽ പല സ്റ്റെപ്സ് വരുന്നുണ്ട്. എംപ്ലോയറുടെ വെരിഫിക്കേഷൻ, കോളേജ്, കൗൺസിൽ, ഗുഡ് സ്റ്റാൻഡിംഗ് അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 3 to 6 months ആണ് ടൈം എടുക്കുന്നത്. വെരിഫിക്കേഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ വെരിഫിക്കേഷൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലാംഗ്വേജ് ടെസ്റ്റ് എടുക്കാവുന്നതാണ്. കാനഡയിൽ ഏത് പ്രൊവിൻസസ് ചെയ്യുവാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം IELTS ആൻഡ് OET ഈ 2 സ്കോഴ്സ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. PTE കാനഡയിൽ അക്സെപ്റ്റഡ് അല്ല. IELTS ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ സ്കോർ വേണ്ടത് ഓവറോൾ 7ഉം സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് 6.5 ആണ്. OET ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഓവറോൾ സ്കോർ B ആണ് വേണ്ടത്. സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗിന് C+ ആണ് സ്കോർ വേണ്ടത്. ഫസ്റ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ അല്ലെങ്കിൽ ഡിസിഷൻ ലെറ്റർ ലഭിക്കുന്നതാണ്. ഈ ഡിസിഷൻ ലെറ്ററിൽ നിങ്ങൾ ഏത് പ്രൊവിൻസ് ആണോ ചെയ്യുന്നത് അതനുസരിച്ച് ബ്രിഡ്ജിങ് കോഴ്സ് ആണോ അതല്ലാതെ എക്സാമിനേഷൻ ആണോ എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. മിക്ക നഴ്സസും ഇപ്പം പ്രോസസ്സ് ചെയ്യുന്നത് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിൻസസിൻ്റെ രജിസ്ട്രേഷൻ ആണ്. എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും NCLEX എക്സാം ആണ്. ഓസ്ട്രേലിയയിലും കാനഡയിലും US ഒക്കെ വരുന്ന ആ ഒരു സെയിം പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു സെയിം എക്സാമിനേഷൻ തന്നെയാണ് NCLEX. കാനഡയിലും കൂടുതൽ പ്രൊവിൻസസ് ഫോളോ ചെയ്യുന്നത് NCLEX എക്സാം ആണ്. ഇതൊരു തിയറി ബേസ്ഡ് എക്സാം ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിൻ്റെ എക്സാം സെൻറ്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓതറൈസ്ഡ് ടെസ്റ്റ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലും പുറം രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് ഓതറൈസ്ഡ് ടെസ്റ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് NCLEX എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്.
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആണ്. നമ്മൾ കോച്ചിങ്ങിന്റെ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വൺസ് NCLEX എക്സാം അറ്റൻഡ് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ പേപ്പർ വർക്ക് ചെയ്യാവുന്നതാണ്. ഫൈനൽ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാനഡയിലെ രജിസ്ട്രേഷൻ സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രൊസീജിയറിന്റെ ടൈം എടുക്കുന്നത് 6 to 8 months ആണ്. ഡെസ്മ ഇന്റർനാഷണൽ എല്ലാ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. GNMs ആണെങ്കിൽ ഇതുവരെ വേറൊരു കൺട്രി പ്രോസസ്സ് നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കാനഡ എന്ന് പറയുന്നത്. ഏജും ഒരു ബാരിയർ ആയിട്ട് വരുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.